ചുവടുകൾ ഒന്നാകുന്ന രാഷ്ട്രം എന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസിന്റെ മുൻ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ യാത്ര പുരോഗമിക്കുകയാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി കോൺഗ്രസ് പാർട്ടിയെ സജ്ജമാക്കുന്നതിനാണ് പാർട്ടിയുടെ സ്ഥാനത്യാഗം ചെയ്ത നേതാവ് 2022 സെപ്റ്റംബർ 7 കന്യാകുമാരിയിൽ നിന്നും യാത്ര തിരിച്ചത്. ഇതോടെ ഭാരതത്തിലെ കോൺഗ്രസ് ഒന്നാകെ ജോഡോ യാത്രയുടെ ലഹരിയിലാകും വിധമാണ് യാത്രാ പരിപാടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സ്വപ്നം കാണുന്നത് പോലെ 2024 ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ നിന്നും പുറത്താക്കുവാൻ സാധിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. 150 ദിവസം ദീർഘിക്കുന്ന യാത്ര 12 സംസ്ഥാനങ്ങളും 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും കടന്ന് 3570 കിലോമീറ്റർ സഞ്ചരിച്ച് 2023 ജനുവരി 30 ശ്രീനഗറിൽ പൂർത്തിയാകും. മുതിർന്ന കോൺഗ്രസ് നേതാവായ ദിഗ്വിജയ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി നിർണയിച്ച റൂട്ടിലൂടെയാണ് രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്നത്. കന്യാകുമാരിയിൽ നിന്നും ശ്രീനഗറിലേക്ക് 6 റൂട്ടുകൾ നിർദ്ദേശിക്കപ്പെട്ടിരുന്നുവെങ്കിലും സുരക്ഷാ കാരണങ്ങളും ഭൂപ്രകൃതിയും പരിഗണിച്ചും ഇപ്പോഴത്തെ റൂട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു. കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെ 100 പദയാത്രികർ രാഹുൽ ഗാന്ധിക്കൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. യാത്ര കടന്നു പോകുന്ന സംസ്ഥാനത്തെ 300 പദയാത്രികർ എങ്കിലും ഓരോ ദിവസവും പദയാത്രയ്ക്കൊപ്പം ഉണ്ടാകും. തിരുവനന്തപുരത്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ AK ആന്റണിയും തെന്നല ബാലകൃഷ്ണ പിള്ളയും യാത്രയിൽ പങ്കാളികളായി. അതുപോലെ എല്ലാ സംസ്ഥാനത്തും സീനിയറായ പ്രമുഖ നേതാക്കളും യാത്രയുടെ ഭാഗമാകും. ദിവസവും 18 മുതൽ 21 വരെ കിലോമീറ്ററാണ് പദയാത്രികർ സഞ്ചരിക്കുക. ഇടയ്ക്ക് വിശ്രമ ദിനങ്ങളും ഉണ്ടാകും. പദയാത്ര കടന്നു പോകാത്ത ജില്ലകളിലെ കോൺഗ്രസുകാർ കടന്നു പോകുന്ന ജില്ലകളിൽ പദയാത്രയുടെ ഭാഗമാകും. പദയാത്ര കടന്നു പോകാത്ത സംസ്ഥാനങ്ങളിൽ മിനി ഭാരത് ജോഡോ യാത്രകൾ സംഘടിപ്പിക്കും. 150 ദിവസവും പദയാത്രികർ രാത്രി താമസിക്കുക ഹോട്ടലുകളിലോ മറ്റു മന്ദിരങ്ങളിലോ ആകില്ല. യാത്രയുടെ ലക്ഷ്യങ്ങൾ വിവരിച്ചുകൊണ്ട് പ്രധാന നഗരങ്ങളിൽ പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും നടക്കും. യാത്രക്കിടയിൽ എല്ലാ പ്രദേശത്തും പൗരപ്രമുഖരും സാമൂഹിക സാമ്പത്തിക വിദഗ്ധരും മത നേതാക്കളും എല്ലാമായി രാഹുൽ ഗാന്ധി ചർച്ച നടത്തും. കേരളത്തിൽ ഇതിനകം വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളുടെ നേതാക്കളുമായും കേരള സമരസമിതി നേതാക്കളുമായും ചർച്ച നടത്തി. 3 പ്രധാന ചിന്തകളാണ് ഭാരത് ജോഡോ യാത്രയിൽ ഉയർത്തപ്പെടുന്നത്. ഒന്നാമതായി BJP ഭരണത്തിലൂടെ നാട്ടിൽ വളരുന്ന സാമൂഹിക സാമ്പത്തിക അസമത്വം. രണ്ടാമത് നാട്ടിൽ വളരുന്ന ജാതി മത വർഗ ഭക്ഷണ വസ്ത്ര ധ്രുവീകരണങ്ങൾ, രാഷ്ട്രീയമായ ഭിന്നിപ്പുകൾ. മൂന്നാമതായി ഭരണഘടനയുടെ ഹീനമായ അവഹേളനങ്ങൾ, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന അധികാര കേന്ദ്രീകരണ പ്രവണതകൾ, തകരുന്ന ഫെഡറലിസം, തകർക്കപ്പെടുന്ന പഞ്ചായത്തുകളും നഗരപാലിക സംവിധാനങ്ങളും, ഭരണഘടന ഉറപ്പു തരുന്ന അറിയാനുള്ള അവകാശം മുതൽ മനുഷ്യർക്കുള്ള മൗലികമായ അവകാശങ്ങളിൽ നടക്കുന്ന കയ്യേറ്റങ്ങൾ, ഇവയെല്ലാം ജനങ്ങളുടെ മനസ്സിൽ വീണ്ടും ഉണർത്തിക്കൊണ്ട് ജനവികാരം കോൺഗ്രസിന് അനുകൂലമാക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം. ഇപ്പോഴും ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് ഭാരതത്തിലെ 34% ജനങ്ങളുടെ പിന്തുണയാണ്. 66% അവർക്ക് ഒപ്പമല്ല. ഈ 66% ഒന്നിപ്പിച്ച് സർക്കാരിനെതിരെ നിർത്തുകയാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. 1990 അയോധ്യയിലേക്ക് രഥയാത്ര നടത്തി BJPക്ക് അന്നത്തെ അവരുടെ അധ്യക്ഷ ലാൽ കൃഷ്ണ അദ്വാനി ഉണ്ടാക്കിയ ആവേശവും ഉണർവും ഭാരത് ജോഡോ യാത്രയ്ക്ക് ഉണ്ടാകുമോ എന്ന് BJPയും സൂക്ഷ്മമായി വീക്ഷിക്കുന്നതിന്റെ അടയാളങ്ങളുണ്ട്. യാത്ര തുടങ്ങുന്നതിന് 1-2 ദിവസം മുമ്പ് ജമ്മു കാശ്മീരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടതും സ്വന്തം പാർട്ടിക്ക് രൂപം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചതും, ഗോവയിൽ കോൺഗ്രസിലെ മിക്കവാറും നേതാക്കൾ BJP പാളയത്തിൽ എത്തിയതും രാഹുലിന്റെ യാത്രയുടെ ശോഭ കെടുത്തുവാൻ BJPയുടെ ബുദ്ധിശാലയിൽ ഉയർന്ന തന്ത്രങ്ങളായി കരുതപ്പെടുന്നുണ്ട്. കോൺഗ്രസിലെ ഐക്യം പുനഃസ്ഥാപിച്ചിട്ടാകാം നാടിന്റെ ഐക്യമെന്ന് അവർ പരിഹസിച്ചതും വെറുതെയല്ല. ഗുലാം നബി ആസാദ് ആരംഭിക്കാനിരിക്കുന്ന പാർട്ടിയെ
എഴുതി തള്ളാനാകില്ല. അദ്ദേഹത്തിന് എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ് നേതാക്കളുമായി ബന്ധമുണ്ട്. BJPയുടെ ഒരു ബി ടീമായി പ്രവർത്തിച്ച് അധികാരത്തിൽ കയറാൻ മടിയില്ലാത്തവർ അങ്ങോട്ട് കയറുമോ എന്ന് പറയാനാകില്ല. കേരളത്തിലെ പല പ്രമുഖ നേതാക്കളും ആസാദിനോടുള്ള സ്നേഹം മറച്ചു വെച്ചിട്ടില്ല. ഏതായാലും പ്രതിപക്ഷത്താകുമെന്ന് ഉറപ്പുള്ള അവർ കേരളത്തിൽ BJPക്കൊപ്പം ചേർന്നാൽ കഥ മാറും. മുന്നണിയുടെ ശക്തിബലം മാറും. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്ക് ഉറപ്പുള്ള ഒരു മുന്നണിയാകും. പല പ്രമുഖരും ജയിലിൽ വരെ ആകാം. പുതിയ മുന്നണിക്ക് കുറെ MLA-മാർ കടന്നു വരാനും മതി. EDയും CBIയും എല്ലാം വരും. പലർക്കും കൂറുമാറേണ്ടി വരും. കളി എന്താകുമെന്ന് കാത്തിരിക്കേണ്ട സ്ഥിതിയുണ്ട്. ഏതായാലും കളികൾക്കുള്ള സാധ്യത തെളിയുന്നുണ്ട്. യാത്രയുടെ ഉദ്ഘാടന ദിവസം രാഹുൽ ഗാന്ധി ധരിച്ച 42,000 രൂപ വിലയുള്ള ടീഷർട്ട് വരെ അവർ ശ്രദ്ധിച്ചത് യാത്രയുടെ ശോഭ ഇല്ലാതാക്കുവാൻ അവർ കാണിക്കുന്ന ജാഗ്രതയുടെ അടയാളമാണ്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വില കൂടിയ വസ്ത്രത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള പരിഹാസത്തിനുള്ള മറുപടിയും രാഹുൽ ധരിച്ച ടീഷർട്ട് ഇത്ര വില കൂടിയതോ എന്ന ചിന്ത ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെ പേർ വിഷയമാക്കാൻ ഇടയില്ലെങ്കിലും മഹാത്മാഗാന്ധിയുടെ ലാളിത്യത്തിൽ വിശ്വസിക്കുന്ന കുറെ പേർക്കെങ്കിലും ഇത് മനം പുരട്ടുന്ന വിഷയമാകും. ഇത്രയും വിലയുള്ള ഷർട്ടും ധരിച്ച് ഇവൻ നാട് നന്നാക്കാൻ ഇറങ്ങുന്നു എന്ന് ചിലരെങ്കിലും ചിന്തിക്കാം. BJPയും അത്രയുമേ ലക്ഷ്യം വെച്ചിരിക്കാൻ ഇടയുള്ളൂ. അവരുടെ പ്രാദേശിക നേതാക്കൾക്ക് ജോഡോ യാത്രയ്ക്കെതിരെ പറയാൻ ഒരു വിഷയം. ഈ പരിഹാസത്തെ വലിയ വിഷയമാക്കി കോൺഗ്രസ് നേതാക്കൾ. ഇനി രാഹുലിന്റെ അടിവസ്ത്രത്തിന്റെ വിലയാകും BJP പറയുക എന്നൊക്കെയായി പ്രതികരണങ്ങൾ. രാജസ്ഥാൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ പുതിയ ദേശീയ അധ്യക്ഷനുമായി തിരഞ്ഞെടുക്കപ്പെടും എന്ന് കരുതപ്പെടുന്ന നേതാവുമായ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് അമിത്ഷാ ധരിക്കുന്ന ഷാളിന്റെ വില 80,000 രൂപയാണെന്നും പല BJP നേതാക്കളും ഉപയോഗിക്കുന്ന കൂളിംഗ് ഗ്ലാസിന്റെ വില 2.5 ലക്ഷം രൂപയാണെന്നും പരിഹസിച്ചു. ഏതായാലും ഭാരതത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജീവിത ലാളിത്യത്തെക്കുറിച്ചുള്ള ഓർമ്മ ഒരിക്കൽ കൂടി ഉണർത്തുവാൻ BJPയുടെ ഈ പരിഹാസം ഇടയാക്കി. യാത്ര മുന്നേറുന്നതിനനുസരിച്ച് BJP ഇത്തരം പല കാര്യങ്ങളും ഉന്നയിച്ച് ശ്രദ്ധ നേടുമെന്ന് തീർച്ചയാണ്. 2024 തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാത്ര 540 ലോക്സഭാംഗങ്ങളിൽ 80-ഉം 250 ലോക്സഭാംഗങ്ങളിൽ 32-ഉം വരുന്ന ഉത്തർപ്രദേശിലെ വെറും 2 ദിവസം മാത്രം യാത്ര ചെയ്യുമ്പോൾ 20 ലോക്സഭാംഗങ്ങൾ മാത്രമുള്ള കേരളത്തിൽ 10 ദിവസം യാത്ര ചെയ്യുന്നതിനെയും CPM പരിഹസിച്ചു. കേരളം ഭരിക്കുന്നത് മുണ്ടെടുത്ത മോദി ആയതുകൊണ്ടാണ് കേരളത്തിൽ 10 ദിവസം ചിലവിടുന്നത് എന്നതായിരുന്നു കോൺഗ്രസിന്റെ തിരിച്ചടി. CPM ദേശീയ തലത്തിൽ വല്ലാതെ എതിർക്കുന്ന UAPA നിയമം വരെ വളരെ കാർക്കശ്യമായി നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതുമല്ല, പിണറായി വിജയനെതിരെ സുപ്രീം കോടതിയിലുള്ള ലാവ്ലിൻ കേസ് 30 തവണയായി മാറ്റിവെക്കപ്പെടുന്നതും ജനം കാണുന്നുണ്ട്. സെപ്റ്റംബർ 11 ജോഡോ പദയാത്ര തിരുവനന്തപുരത്ത് കൂടി കടന്നു പോകുമ്പോൾ വാഹനങ്ങളുടെയും പോലീസിന്റെയും വലിയ സന്നാഹങ്ങൾ ഉണ്ടായിരുന്നു. പൈലറ്റ് വാഹനങ്ങൾ നിരവധി, അനൗൺസ്മെന്റ് വാഹനം, ചിത്രമെടുക്കുന്നവർ സഞ്ചരിക്കുന്ന വാഹനം, അതിനു പിന്നിൽ 100ഓളം പോലീസുകാർ കയറിപ്പിടിച്ചുണ്ടാക്കിയ സംരക്ഷണ കവചം. അതിൽ രാഹുൽ പുഞ്ചിരിച്ച് കൈവീശി മുന്നിൽ നടക്കുന്നു. ഒപ്പം KC വേണുഗോപാലുമുണ്ട്. K മുരളീധരനും ശശി തരൂരും ഉണ്ടായിരുന്നു. ഒരു സ്വതന്ത്ര സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യുവാൻ രാഹുൽ സമയം കാണാതിരുന്നതിൽ തലേന്ന് അമർഷം പ്രകടിപ്പിച്ച വ്യക്തിയാണ് തരൂർ. നേതാക്കന്മാരുടെ ആവേശം ഒപ്പമുള്ള പദയാത്രികരിൽ കാണാനില്ലായിരുന്നു. നിരത്തുവക്കിൽ വലിയ ജനക്കൂട്ടവും ഉണ്ടായിരുന്നില്ല. പദയാത്ര കടന്നു പോകുന്നത് കണ്ട ഒരാൾ ചോദിച്ചു, ഈ ജോഡോ എന്ന് വെച്ചാൽ എന്താ? വളരെ സാക്ഷരതയുള്ള രാഷ്ട്രീയ ബോധമുള്ള കേരളത്തിലെ സാധാരണക്കാരിൽ ഒരാളായി അദ്ദേഹത്തെ കാണാം. കണ്ടുനിന്ന ആരും വിശദീകരിച്ചു കേട്ടില്ല. അതായത് ജാതിയുടെ മുദ്രാവാക്യത്തിന്റെ അർത്ഥം ഇനിയും സാധാരണക്കാരിൽ എത്തിയിട്ടില്ല.
അതിന് കേരളം പോലെ സംഘടനാ സംവിധാനമുള്ള ഒരു സംസ്ഥാനത്തും ഒരിക്കലും സാധിച്ചിട്ടില്ല. ഹിന്ദിയിലുള്ള മുദ്രാവാക്യം വടക്കൻ സംസ്ഥാനങ്ങളിൽ നല്ലതാണെങ്കിലും കേരളം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ ജനത്തിന് മനസ്സിലാകില്ല, അല്ലെങ്കിൽ ജനം അർത്ഥം മനസ്സിലാക്കാൻ ഏറെ ശ്രമിക്കുന്നില്ല. ഇതാണ് രീതിയെങ്കിൽ ജോഡോ യാത്ര എന്ത് മാറ്റം വരുത്തും? കോൺഗ്രസ് ശക്തമാകണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസുകാർ അല്ലാത്തവർ പോലും ഏറെയുണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ പോലുള്ളവർ വരെ അക്കൂട്ടത്തിലുണ്ട്. അതിരാഷ്ട്രീയപരവും ആശയപരവും സംഘടനാപരവുമായ മാറ്റങ്ങൾ ഉണ്ടാകാതെ അത് പറ്റില്ല. എനിക്ക് അധികാരം കിട്ടണമെന്ന നേതാവിന്റെ ആഗ്രഹം കൊണ്ട് മാത്രം അത് യാഥാർത്ഥ്യമാകില്ല. ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ നിങ്ങളെ വിളിക്കണം എന്ന് ജനത്തെ ബോധ്യപ്പെടുത്താനാകണം. ഇപ്പോഴത്തെ ഭരണത്തിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് തരും, നാടിനു വേണ്ടി എന്ത് ചെയ്യും എന്ന് പറയാനും ബോധ്യപ്പെടുത്താനും സാധിക്കണം. രാഷ്ട്രീയ ഭിന്നിപ്പുകൾ, ഭരണഘടനയുടെ ഹീനമായ അവഹേളനങ്ങൾ, കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന അധികാര കേന്ദ്രീകരണ പ്രവണതകൾ, തകരുന്ന ഫെഡറലിസം, തകർക്കപ്പെടുന്ന പഞ്ചായത്തുകളും നഗരപാലിക സംവിധാനങ്ങളും, ഭരണഘടന ഉറപ്പു തരുന്ന അറിയാനുള്ള അവകാശം മുതൽ മനുഷ്യർക്കുള്ള മൗലികമായ അവകാശങ്ങളിൽ നടക്കുന്ന കയ്യേറ്റങ്ങൾ, ഇവയെല്ലാം ജനങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും ഉണർത്തിക്കൊണ്ട് ജനവികാരം കോൺഗ്രസിന് അനുകൂലമാക്കുകയാണ് യാത്രയുടെ ലക്ഷ്യമായി ചിത്രീകരിക്കപ്പെടുന്നത്. BJP ഭരണത്തിലൂടെ നാട്ടിൽ വളരുന്ന സാമൂഹിക സാമ്പത്തിക അസമത്വം ഇല്ലാതാക്കുവാൻ പ്രയോജനകരമായ എന്ത് നിർദ്ദേശമാണുള്ളത്? കോൺഗ്രസ് ഭരണകാലത്തെ സാമ്പത്തിക നയങ്ങൾ തന്നെ തുടരുന്നു. കോൺഗ്രസിന്റെ ധനമന്ത്രിമാരായിരുന്ന പ്രണബ് മുഖർജിയും ചിദംബരവും ചെയ്ത കാര്യങ്ങൾ തന്നെ അവർ ചെയ്യുന്നു. BJPയുടെ മന്ത്രിമാർ ജനങ്ങളെ നേരിടുന്നവരും പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നവരുമാണ്. അംബാനിയും അദാനിയും വളർന്നതൊന്നും BJPയുടെ മാത്രം ഭരണകാലത്തല്ലല്ലോ. ഇത്തരം കുത്തകകൾക്കായി വല്ലാത്ത സഹായങ്ങൾ ചെയ്തതിന്റെ കറ കോൺഗ്രസിന്റെ കൈകളിലും ഇല്ലേ? രണ്ടാമത്, നാട്ടിൽ വളരുന്ന ജാതി മത വർഗ ഭക്ഷണ വസ്ത്ര ധ്രുവീകരണങ്ങൾ. BJPക്കെതിരെ ഇക്കാര്യങ്ങളിൽ എത്ര ശക്തമാക്കുവാൻ പ്രതിപക്ഷത്തിനാകും? ചില മാംസങ്ങൾ തിന്നരുതെന്ന് മുസ്ലിം സമൂഹം പറയുന്നതിനെ ന്യായീകരിക്കുന്നവർക്ക് എങ്ങനെ വേറെ ചില ഭക്ഷണ വിഭവങ്ങൾ പറ്റില്ല എന്ന് ഹിന്ദുക്കൾ പറയുമ്പോൾ ശരിയല്ലെന്ന് പറയാനാകും? മതേതരത്വം എന്നാൽ എല്ലാ മതങ്ങളെയും അംഗീകരിക്കലല്ലേ? വ്യക്തി നിയമങ്ങളിൽ ഖുറാനും ശരീഅത്തും വേണമെന്നതിൽ ന്യായീകരിക്കുന്നവർക്ക് ഇക്കാര്യത്തിൽ മനുസ്മൃതിയെ എങ്ങനെ എതിർക്കാനാകും? ഒരു കൂട്ടരോട് മാത്രം കാണിക്കുന്ന എതിർപ്പ് മതേതരത്വത്തിന് എങ്ങനെ? ഭാരതത്തിലെ ചില സംസ്ഥാനങ്ങളിൽ ചില മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ഭൂമി വാങ്ങാനാകൂ എന്ന് വരുന്നതാണോ മതേതരത്വം? ഹിജാബ് ധരിക്കുവാൻ മതപരമായി അനുവാദം വേണമെന്ന് ശഠിക്കുന്നവർ ഏത് വസ്ത്രവും ധരിക്കുവാൻ അനുമതി വേണമെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു കൂട്ടർക്ക് മാത്രം മതേതര സംരക്ഷണം. ലോകത്താകമാനം കുടിയേറ്റത്തിലും ഒരു മതം മറ്റ് രാജ്യങ്ങളിൽ പിടിമുറുക്കുകയും ജനസംഖ്യയിൽ അവർ പെരുകുന്നതനുസരിച്ച് മുസ്ലിം നിയമങ്ങളും നിബന്ധനകളും അവർ എത്തിപ്പെടുന്ന നാട്ടിലും നടപ്പാക്കുകയും ചെയ്യുന്ന ആഗോള യാഥാർത്ഥ്യം അറിയാവുന്ന ഭാരതത്തിലെ ജനം പൗരത്വ നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കില്ലേ? യൂറോപ്പിലും ലബനനിലുമെല്ലാം സംഭവിക്കുന്നത് ആർക്കാണ് അറിയാത്തത്? സെപ്റ്റംബർ 6 വൈകുന്നേരം തമിഴ്നാട് മുഖ്യമന്ത്രി DMK നേതാവ് MK സ്റ്റാലിനെയാണ് ഭാരത് ജോഡോ യാത്ര ഉദ്ഘാടനം ചെയ്യിക്കുവാൻ ക്ഷണിച്ചത്. അത് നല്ല അടയാളമായി. പ്രതിപക്ഷ നേതാക്കളെ അംഗീകരിക്കുവാനും അവരോട് സഹകരിക്കുവാനും കോൺഗ്രസ് തയ്യാറാകുന്നതിന്റെ സൂചനയായി ഇതിനെ കാണാം. പ്രതിപക്ഷ ഐക്യശ്രമങ്ങളോട് കോൺഗ്രസ് സഹകരിക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. ശരത് പവാറിന്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ഇക്കാര്യം പരസ്യമായി ഉന്നയിച്ചിരുന്നു. എങ്കിലും 150 ദിവസത്തെ യാത്രക്കാലത്ത് പലതും സംഭവിക്കാമെന്ന് BJP സംശയിക്കുന്നുണ്ട്. 1985 ഭാരതത്തിലെ വോട്ടർമാരിൽ വെറും 7% മാത്രം പിന്തുണയുണ്ടായിരുന്ന BJP പിന്നീട് പല വട്ടം കേന്ദ്രത്തിൽ അധികാരം പിടിച്ചിട്ടും
ഇന്നും പച്ച പിടിക്കാത്ത സംസ്ഥാനമായി തമിഴ്നാട് നിലനിൽക്കുന്നത് എങ്ങനെ എന്നതും ദ്രാവിഡ രാഷ്ട്രീയക്കാരിൽ നിന്നും പഠിക്കേണ്ടതുണ്ട്. 1976 ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരെ ഭാരത ജനതയെ ഒന്നിപ്പിക്കുവാൻ മൊറാർജി ദേശായിയെ പോലുള്ള ഉന്നത നേതാക്കൾ പോലും ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ പടിയിറക്കിയത് ഇത്തരം പോരാട്ടത്തിൽ പാഠമാകണം. അന്ന് സംഘടനാ കോൺഗ്രസ് പിരിച്ചുവിട്ട് ജനതാ പാർട്ടി ഉണ്ടാക്കുവാൻ വരെ അവർ തയ്യാറായതുകൊണ്ടാണ് അനായാസ വിജയം പ്രതീക്ഷിച്ച് തിരഞ്ഞെടുപ്പിന് പോയ ഇന്ദിര വീണത്. രഹസ്യാന്വേഷണ വിഭാഗം കൊടുത്ത പഠന റിപ്പോർട്ടുകളെ പോലും ഞെട്ടിച്ച് ജനത്തിന് ഒന്നിച്ചു നിൽക്കാനായത് നേതൃത്വത്തിലുണ്ടായ ആ ഒന്നിപ്പ് കൊണ്ടായിരുന്നു. ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ അത്തരമൊരു ഐക്യമുണ്ടാകാതെ BJPക്കെതിരായ ഒരു നീക്കവും ഫലം കാണില്ല. അന്ന് അടിയന്തരാവസ്ഥ എന്ന മഹാവിപത്തുണ്ടായിരുന്നു. ഇന്ന് BJPയുടെ എല്ലാ നിലപാടുകളെയും എല്ലാവരും എതിർക്കുന്നില്ല എന്ന സത്യമാണ്. അവരുടെ പ്രധാന മുദ്രാവാക്യമായ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെ കോൺഗ്രസ് പിന്താങ്ങുന്നു. കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ഭരണഘടനാ ഭേദഗതിയെ ആം ആദ്മി പാർട്ടി അംഗീകരിക്കുന്നു. പൗരത്വ നിയമത്തോട് ജനതാദളും യോജിക്കുന്നു. അതായത് BJPയെ മാറ്റണം എന്നതിലല്ലാതെ എന്തിനു മാറ്റണം എന്ന കാര്യത്തിൽ ഇനിയും പ്രതിപക്ഷത്തിന് യോജിപ്പില്ല. ആ ദിശയിൽ കാര്യങ്ങൾ പുരോഗമിക്കുവാൻ ഈ 150 ദിവസം ഇടയാക്കുമോ എന്നത് കാത്തിരുന്നു തന്നെ കാണാം. ഭാരത് ജോഡോ യാത്ര തുടങ്ങുന്നതിന് ഏതാനും ദിവസം മുമ്പ് ബീഹാറിൽ BJPയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള രാഷ്ട്രീയ വൈഭവം കോൺഗ്രസ് കാണിച്ചത് നല്ല അടയാളമാണ്. BJP മുന്നണി വിട്ടുവന്ന ജനതാദൾ യു നേതാവ് നിതീഷ് കുമാറിന് പിന്തുണ കൊടുക്കുവാൻ കോൺഗ്രസ് തയ്യാറായതു മാത്രമല്ല, അതിന് ലാലുവിന്റെ മകൻ തേജസ്വി യാദവിനെ നിർബന്ധിതനാക്കുകയും ചെയ്തു. അങ്ങനെയാണ് BJPയെ പുറത്താക്കുവാൻ സാധിച്ചത്. ബീഹാറിൽ BJP തന്നെ കൂടെ കൂട്ടി ഇല്ലാതാക്കുകയാണെന്ന് മനസ്സിലാക്കിയ നിതീഷ് ആത്മരക്ഷാർത്ഥമാണ് മുന്നണി പൊളിച്ചത് എന്നതാണ് സത്യം. എങ്കിലും അത് അവസരമാക്കുവാനുള്ള മിടുക്ക് കോൺഗ്രസ് കാണിച്ചു. ഇപ്പോൾ പ്രതിപക്ഷ ഐക്യമൊക്കെ പറഞ്ഞു നടക്കുന്ന നിതീഷ് കൂടുതൽ മെച്ചപ്പെട്ട ഓഫർ കിട്ടിയാൽ തിരിച്ചു പോയിക്കോളൊന്നുമില്ല. ഇന്ന് BJPയെ കബളിപ്പിച്ചതുപോലെ ഒരിക്കൽ ലാലുവിനെ കബളിപ്പിച്ച് പോയവനാണല്ലോ നിതീഷ്. 2010 അദ്ദേഹം BJPയുമായി മുന്നണി ഉണ്ടാക്കുന്ന കാലത്ത് ബീഹാറിലെ വോട്ടർമാരിൽ 22% ഒപ്പമുണ്ടായിരുന്ന ജനതാദൾ യുവിന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് 16% വോട്ടാണ്. BJPക്കാകട്ടെ ഉണ്ടായിരുന്ന 15% 22% വളർന്നു. കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിരുന്ന RCP സിംഗ് വഴി ജനതാദൾ യുവിനെ പിളർത്തുവാനും നീക്കം നടക്കുന്നതായി നിതീഷ് മനസ്സിലാക്കി. അദ്ദേഹം സിംഗിന് രാജ്യസഭാ സീറ്റ് നിഷേധിച്ചു. തന്റെ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പുതിയ കോൺഗ്രസ് പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. മത്സരമുണ്ടായാൽ അത് ഒക്ടോബർ 17 നടക്കും. സെപ്റ്റംബർ 24 തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്നത്. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടാത്തവരെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഇപ്പോഴത്തെ താൽക്കാലിക അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കൊടുത്തതുകൊണ്ട് പ്രമേയം പാസാക്കുവാൻ എല്ലാ PCCകളോടും കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതനുസരിച്ച് സെപ്റ്റംബർ 15 ചേർന്ന KPCC യോഗം പ്രമേയം പാസാക്കി സോണിയയ്ക്ക് അയച്ചു. സോണിയ നോമിനേറ്റ് ചെയ്യുന്ന വോട്ടർമാർ വോട്ട് ചെയ്യുന്ന തിരഞ്ഞെടുപ്പിൽ ആരാകും ജയിക്കുക എന്ന ആർക്കെങ്കിലും സംശയമുണ്ടോ? വോട്ടെടുപ്പ് വേണമെന്ന് പറഞ്ഞവരെ ഹൈക്കമാൻഡ് ഭയപ്പെടുന്നു എന്ന് വ്യക്തം. അല്ലെങ്കിൽ എല്ലാ പഴുതുകളും അടച്ച തങ്ങളുടെ വിശ്വസ്തനെ ജയിപ്പിക്കാനും രാഹുൽ പിൻസീറ്റ് ഡ്രൈവിംഗിന് നടത്തുവാനും പോകുന്നു എന്നർത്ഥം. ഈ രാഹുലാണ് അധികാര വികേന്ദ്രീകരണത്തിനായി ജോഡോ യാത്ര നയിക്കുന്നത്. എല്ലാ അധികാരവും കൈക്കലാക്കിയ ശേഷം വികേന്ദ്രീകരണം പറയുന്നു. തിരഞ്ഞെടുപ്പിനെ ഭയപ്പെടുന്നവർക്ക് BJPക്കെതിരെ പറയാൻ എന്ത് ധാർമ്മിക അവകാശം? തിരഞ്ഞെടുപ്പോടെ പലതും കോൺഗ്രസിൽ സംഭവിച്ചുകൂടാഴികയില്ല. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് താൻ ഇനിയില്ലെന്നും ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്നുള്ള ഒരു നേതാവ് അധ്യക്ഷ പദവിയിലേക്ക് വരണമെന്നും ഇപ്പോൾ ശഠിച്ചുകൊണ്ടിരിക്കുന്ന രാഹുലിന് ജോഡോ യാത്രക്കിടയിൽ മാറ്റം വരുമോ?
പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ ഇപ്പോൾ യാത്രയിൽ പങ്കെടുക്കുന്ന പലരും ഇല്ലാതാകാൻ ഇടയില്ലേ? ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് സമർത്ഥരായിരുന്ന സംസ്ഥാന മുഖ്യമന്ത്രിമാർ കോൺഗ്രസിന്റെ അമരത്ത് വരിക പതിവായിരുന്നു. തമിഴ്നാട്ടിലെ കാമരാജും മൈസൂരിലെ നിജലിംഗപ്പയും ആന്ധ്രയിലെ നിലം സഞ്ജീവ റെഡ്ഡിയുമൊക്കെ എല്ലാം ഉദാഹരണങ്ങളാണ്. ഇവരെ നേതാക്കളാക്കി വെച്ച് കാര്യങ്ങൾ നടത്തുവാൻ ജവഹർലാൽ നെഹ്റുവിന് സാധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഔന്നത്യം ഉണ്ടായിരുന്നതായി ജനം കണക്കാക്കിയിരുന്നു. എന്നാൽ അതല്ല രാഹുൽ. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരം നയിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അന്ന് കോൺഗ്രസിലെ പ്രാദേശിക നേതൃത്വങ്ങൾ ശക്തമായിരുന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായതാണ്. ദേശീയ വിഷയങ്ങൾ മാത്രമാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. അന്ന് ഹൈക്കമാൻഡിലെ നേതാക്കന്മാർക്ക് ജനകീയ അടിത്തറയുണ്ടായിരുന്നു. ഗാന്ധിജിയും നെഹ്റുവും പട്ടേലും മൊറാർജിയുമെല്ലാം ജനപിന്തുണയുള്ള നേതാക്കളായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എംപിമാരുള്ള ഉത്തർപ്രദേശുകാരനായിരുന്നു പ്രധാനമന്ത്രി. കോൺഗ്രസ് പുലർത്തിയ ആചാര്യ കൃപലാനിയും മറ്റുമുണ്ടാക്കിയ കിസാൻ മസ്ദൂർ പാർട്ടിയും രാജഗോപാലനാചാര്യയുടെ സ്വതന്ത്ര പാർട്ടിയും ഒന്നും പച്ച പിടിച്ചില്ല. എന്നാൽ ബംഗാളിൽ അജോയ് കുമാർ മുഖർജി ഉണ്ടാക്കിയ ബംഗ്ലാ കോൺഗ്രസ് മുതൽ കേരള കോൺഗ്രസും ഉത്കൽ കോൺഗ്രസും തെലുങ്കുദേശം എന്തിന് തൃണമൂൽ കോൺഗ്രസും വരെ പിടിച്ചു നിന്നു. അതായത് പ്രാദേശിക വികാരങ്ങൾ ഉൾക്കൊണ്ട പാർട്ടികൾക്കായി പ്രസക്തി. ഇവരിൽ കൂടുതൽ എംപിമാരുള്ളവർ കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ നേടി. പ്രാദേശിക നേതാക്കൾക്ക് കേന്ദ്രത്തെ ഭയപ്പെടാതെ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്കായി നിൽക്കാനായി. അതിന് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ പി.ടി. ചാക്കോ എംപി സ്ഥാനം രാജിവെച്ച് കേരളത്തിലേക്ക് മടങ്ങിയ കഥയൊക്കെ പുതിയ തലമുറ പഠിക്കണം. നോമിനേറ്റ് ചെയ്യുന്നവർക്ക് ധൈര്യമായി എന്തെങ്കിലും പറയാനാകുമോ? മൻമോഹൻ സിംഗ് സർക്കാരിന്റെ ബിൽ രാഹുൽ പരസ്യമായി കീറിയെറിഞ്ഞത് ഓർക്കുന്നില്ലേ? ഇപ്പോൾ ഹിന്ദുമത വികാരം ഉണർത്തി BJP ആർജിക്കുന്ന ജനപിന്തുണയെ പ്രാദേശിക പാർട്ടികൾ തടയുന്നത് കൗതുകകരമാണ്. പഞ്ചാബിലും തമിഴ്നാട്ടിലും മാത്രമല്ല, ബംഗാളിലും ഒറീസയിലും ആന്ധ്രയിലും തെലങ്കാനയിലും എല്ലാം ഇതല്ലേ കാണുന്നത്. ഹൈക്കമാൻഡ് പറയുന്നവരെ വെച്ച് ഇന്ദിരയുടെ കാലത്ത് ആരംഭിച്ച കളികൾ ജനപിന്തുണയില്ലാത്തവരെ അധികാരികളാക്കി. അപ്പന്റെ പിൻഗാമി മകനായി. കോൺഗ്രസ് ഇല്ലാതാവുകയായി. പ്രണവും ചിദംബരവും മൻമോഹനുമെല്ലാം ആ ഗണത്തിൽപ്പെട്ടവരാണ്. ജോഡോ യാത്രയ്ക്കിടയിൽ അടൂർ ഗോപാലകൃഷ്ണൻ പട്ടത്ത് പറയുന്നതുപോലെ അവരിൽ പലരും ഒരിക്കലും അധികാരം പോകില്ല എന്ന മട്ടിൽ ധിക്കാരികളും അഴിമതിക്കാരുമായി. അവർക്ക് ജനം വിഷയമല്ല. 2019 കോൺഗ്രസ് ജയിച്ചേക്കുമെന്ന് കരുതി ഭരണത്തിൽ പങ്കുചേരാൻ കർണാടകത്തിൽ രാജ്യസഭാ സീറ്റ് ഉറപ്പിച്ച ചിദംബരമൊക്കെ പണമെറിഞ്ഞ് അധികാരം പിടിച്ച പണം ഉണ്ടാക്കുന്നവരാണ് എന്ന് കരുതപ്പെടുന്നു. ശക്തരും സമർത്ഥരുമായ നേതാക്കൾ ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പിടിച്ചു നിന്നു. ഇന്ദിരയ്ക്ക് പോലും കാമരാജിന്റെ കോട്ടകളെ ഇളക്കാനായില്ല. കേരളത്തിൽ കരുണാകരൻ ഒരേ സമയം ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും മുസ്ലിമുകൾക്കും വിശ്വസ്തനായി. എല്ലാ മാസവും 1-ാം തീയതി മുടങ്ങാതെ അദ്ദേഹം ഗുരുവായൂരപ്പനെ തൊഴുതു. SNDPയുടെയും NSSന്റെയും പാർട്ടികൾക്ക് അംഗീകാരം കൊടുത്തു, മന്ത്രിസ്ഥാനം കൊടുത്തു. 1979 അടിയന്തരാവസ്ഥയുടെ പാപം പേറിയ ഇന്ദിരയെ കേരളത്തിൽ ആർക്കും വേണ്ടാതിരുന്ന കാലത്തും ലീഗിനെയും കേരള കോൺഗ്രസ് ജെയെയും എല്ലാം അദ്ദേഹം ഒപ്പമാക്കി. എന്തിന്? ജനതാ പാർട്ടി പോലും 1979 കേരളത്തിൽ കരുണാകരന് ഒപ്പമാണ് മത്സരിച്ചത്. അതിനുള്ള മെയ്വഴക്കം കരുണാകരനുണ്ടായിരുന്നു, സ്വാതന്ത്ര്യവും. 1980 നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുമ്പോൾ ഇന്ദിര പ്രധാനമന്ത്രിയായി തിരിച്ചെത്തിയിരുന്നു. പാളയത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അവർ ജനതാ സർക്കാരിനെ വല്ലാതെ വിമർശിച്ചു. വിവർത്തകനായിരുന്ന അന്നത്തെ KPCC അധ്യക്ഷൻ KM ചാണ്ടി ബുദ്ധിപൂർവം വിവർത്തനം ചെയ്ത മുന്നണിയെ രക്ഷിക്കുന്നത് കണ്ട് ജനം ആർത്തു കൂവി. ഇത്തരം നേതാക്കൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് സംഘടനാ സംവിധാനം നിലനിന്നതും ഇന്ദിരയും രാജീവും നോമിനേറ്റ് ചെയ്തവർക്ക് നേട്ടം കൊയ്യാനായതും. ഇപ്പോൾ നോമിനേറ്റ് ചെയ്തവരായി കൂടുതൽ. അതോടെ സംഘടന
ഇല്ലാതായി. ഇത് മാറണമെങ്കിൽ നോമിനേഷൻ മാറണം, തിരഞ്ഞെടുപ്പ് വരണം. അതിലൂടെ വൈഭവവും തന്ത്രശാലീനത്വവുമുള്ള നേതാക്കൾ ഉയരണം. ജനങ്ങൾക്ക് വിശ്വാസമുള്ള നേതാക്കൾ കേന്ദ്രത്തിലും ഉണ്ടാകണം. പാർട്ടിക്ക് പദ്ധതികൾ വേണം. പ്രവർത്തകന് അംഗീകാരം കിട്ടണം. പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവനേക്കാൾ മുഖസ്തുതിക്കാർ പദവികൾ നേടുന്ന സ്ഥിതി മാറണം. കോൺഗ്രസ് പഠിക്കണം. അവരുടെ ചരിത്രം, വിജയ ഫോർമുലകൾ പഠിക്കണം, നവീകരിക്കണം. പുത്തൻ രീതികൾ രൂപപ്പെട്ടു വരും. ടാറ്റയിലെ പണിവിട്ട നിയമസഭാംഗമായ മുൻ സ്പീക്കർ ജി കാർത്തികേയന്റെ മകൻ കെ ശബരിനാഥൻ അടുത്ത കാലത്ത് എഴുതിയ ലേഖനത്തിൽ ടാറ്റ കമ്പനിയെയും കോൺഗ്രസിനെയും തുലനം ചെയ്തു. ടാറ്റ കമ്പനിയിലെ കുടുംബവാഴ്ച അവസാനിപ്പിച്ചതുപോലെ കോൺഗ്രസിലും അത് അവസാനിപ്പിക്കേണ്ട കാലമായി എന്ന് ശബരിനാഥൻ അഭിപ്രായപ്പെട്ടു. യുക്തിഭദ്രമായ നിർദ്ദേശങ്ങളാണ് ശബരി മുന്നോട്ട് വെച്ചത്. അത് ശബരിക്ക് വിനയാകുമോ എന്നത് കണ്ടറിയണം. കേരള ഗവർണറും സർക്കാരും തമ്മിലുള്ള കലാപം മൂലം സംസ്ഥാനത്തെ ഓണാഘോഷ പരിപാടികൾക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സർക്കാർ ക്ഷണിച്ചില്ലെന്നും അതുകൊണ്ട് അദ്ദേഹം അട്ടപ്പാടിയിലെ ആദിവാസി ഗ്രാമങ്ങളിൽ ഓണാഘോഷത്തിനായി പോയെന്നും വാർത്ത പടർന്നു. അട്ടപ്പാടിയിലെ പരിപാടികൾ വളരെ നേരത്തെ നിശ്ചയിച്ചതാണെന്നും സർക്കാരുമായുള്ള ഉടക്കുകൊണ്ടല്ല താൻ അവിടെ പോയതെന്നും ഗവർണർ ന്യായീകരിച്ചിട്ടും മാധ്യമങ്ങൾക്ക് വിശ്വാസമായില്ല. എന്റെ സർക്കാരാണ് ഭരിക്കുന്നതെന്ന് വരെ അദ്ദേഹം പറഞ്ഞപ്പോൾ കേട്ടവർക്ക് സംശയമായി. വീണ്ടും പിണറായിയുമായി ഒത്തുതീർപ്പായോ എന്നതായിരുന്നു സംശയം. വിവാദമായ വിഷയങ്ങളായ 11 ഓർഡിനൻസുകൾക്ക് പകരമുള്ള നിയമം ഗവർണറുടെ മേശപ്പുറത്താണ്. അദ്ദേഹം ഒപ്പുവെച്ചാലേ നടപ്പാക്കാനാകൂ. പരിശോധിച്ച് ചെയ്യാമെന്നായി ഗവർണർ. സർവകലാശാലകളിലെ സ്വയംഭരണത്തിൽ രാഷ്ട്രീയക്കാർ കൈ കടത്തുന്നത് അനുവദിക്കില്ലെന്ന് ഗവർണർ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. ഞാൻ റബ്ബർ സ്റ്റാമ്പ് ആകില്ലെന്നും അദ്ദേഹം പറയുന്നു. എങ്കിലും തീരുമാനം വരുന്നത് വരെ തുടരും. ഇതുകൂടി മനസ്സിലാക്കി മുഖ്യമന്ത്രിയും സംഘവും 2 ആഴ്ച നീളുന്ന വിദേശ പര്യടനത്തിന് ഒക്ടോബർ 1 പുറപ്പെടാനിരിക്കുകയാണ്. ഈ മാസം 19 ടൂറിസം മന്ത്രി റിയാസും വിദേശ പര്യടനം ആരംഭിക്കും. യാത്ര തിരിക്കും മുമ്പ് ഗവർണറുടെ തീരുമാനം വരുമോ എന്നതാകും സർക്കാരും നോക്കുന്നത്. സർക്കാർ ക്ഷണിച്ചില്ലെങ്കിലും ഗവർണർ തലസ്ഥാനത്തും ഓണം ആഘോഷിച്ചു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തലസ്ഥാനത്തേക്ക് ചികിത്സകൾക്കായി എത്തുന്നവർക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ടി ചങ്ങനാശ്ശേരി അതിരൂപത നടത്തുന്ന ലൂർദ് മാതാ കെയറിലെ അന്തേവാസികൾക്കൊപ്പമായിരുന്നു ഓണാഘോഷം. സദ്യക്ക് മുമ്പ് നടന്ന ചടങ്ങിൽ ഗവർണറെ അടക്കം വേദിയിലുണ്ടായിരുന്നവരെ സ്വാഗതം ചേർന്ന് നേർന്ന പൂക്കൾ സമർപ്പിക്കാനെത്തിയ രോഗികളായ കുട്ടികളെ അദ്ദേഹം ഒരു മുത്തശ്ശനെ പോലെ ചേർത്ത് നിർത്തി. ഒരു കുട്ടിയെ തോളിലെടുത്ത് അഭിനന്ദിച്ചു. ചടങ്ങിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചവർക്കെല്ലാം ഒപ്പം നിന്ന് അദ്ദേഹം ഫോട്ടോ എടുക്കുകയും ചടങ്ങിൽ അധ്യക്ഷം വഹിച്ച ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിലിനൊപ്പം അവർക്കൊപ്പം ഫോട്ടോയ്ക്ക് നിൽക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. ഇവരുടെ ഈ ഓണം ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത സംഭവമായി അങ്ങ് മാറ്റി എന്ന് പിതാവ് ഗവർണറോട് പറഞ്ഞു. രൂപതയുടെ ഈ രോഗി ശുശ്രൂഷയെ ഗവർണർ നിറമനസ്സോടെ പ്രശംസിക്കുകയും കേവലം ശുശ്രൂഷ മാത്രമല്ല, എല്ലാവർക്കും മാതൃകയുമാണ് ഈ സ്ഥാപനമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. വൃദ്ധർക്ക് വേണ്ടിയും ഇത്തരമൊരു സ്ഥാപനം തുടങ്ങുവാൻ അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതയോട് അഭ്യർത്ഥിച്ചു. രോഗികൾക്കൊപ്പം ഓണസദ്യയുമുണ്ടാണ് ഗവർണർ മടങ്ങിയത്. സംഘാടകരായ തിരുവനന്തപുരം ലൂർദ് ഫൊറോന വികാരി ഫാദർ ജോസഫ് തൈപ്പറമ്പിൽ, സെന്ററിന്റെ ഡയറക്ടർ ഫാദർ മോബൻ ചൂരവടി, ഫാദർ ജിൻസ് തുടങ്ങിയവരെയെല്ലാം ഏറെ പ്രശംസിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ഷിലോന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.